ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സന്ധ്യ വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഈ സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണ് എന്നും പറയുകയാണ് നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ. സിനിമയും സീരിയലും വെബ് സീരീസും എല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്കുണ്ടാകണമെന്നും പ്രേംകുമാർ പറയുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നമ്മുടെ പല മലയാള സീരിയലുകളും എല്ലാത്തിനെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നുമല്ല, പലതും എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വയം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം. ഇത് എത്രത്തോളം ഇത് നമുക്കൊരു ബോധപൂർവ്വ ഒരു സെൻസറിങ് സംവിധാനം പ്രായോഗികമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മേഖലയിൽ, സിനിമയിലത് ഓക്കെ, പക്ഷേ സീരിയൽ മേഖലയിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊരു പ്രശ്നമാണ്. അതെ, അദ്ദേഹം എൻഡോസൾഫാൻ ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സെൻസറിങ് പ്രായോഗികമാകുന്നതിന് ആണോ എന്ന സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്താ സന്ധ്യയുടെ അഭിപ്രായം? ദിവിഷ്, എന്റെ അഭിപ്രായം തീർച്ചയായും സെൻസറിങ് വേണമെന്നാണ്. സിനിമ പോലെ തന്നെ ഒന്ന് ഈ സീരിയലുകളാണ്, നമ്മൾ TV വെച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ സമയം സംപ്രേഷണം ചെയ്തത് സീരിയലുകളാണ്. പക്ഷേ ഒരുപാട് പേര് പ്രായോഗിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് വന്ന ദിവസം ഇത് ചർച്ചയിലേക്ക് വന്നതാണ്. അപ്പോൾ 10-15 മണിക്കൂറാണ് എല്ലാ ചാനലുകളിലും മലയാളത്തിലെ ഒരു ദിവസം ചാനലുകളിൽ വരുന്ന സീരിയൽ. അത് ആര് സെൻസർ ചെയ്യും, എങ്ങനെ സെൻസർ ചെയ്യും, അതെങ്ങനെ നടപ്പാകുന്ന വിഷയം. പിന്നെ ഈ റിപ്പോർട്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പരാമർശ വിഷയമായി വന്ന റിപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് 4 ജില്ലകളിൽ മറ്റുമാണ്, കുറച്ച് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ കുറച്ച് 4 ജില്ലകളിൽ ആകെ 400 കുട്ടികളിലാണ് ഈ പഠനം നടത്തിയത്. അപ്പോൾ 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഇന്ന് സീരിയൽ കാണുന്നുണ്ടോ, 19കാരൻ കാണുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത് ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചില യൂട്യൂബ് ചാനലുകൾ ചിലരുടെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ താഴെ വരുന്ന കമന്റുകൾ കാണുമ്പോൾ ചെറിയ കുട്ടികളാണ്, അതായത് യുവാക്കളെയും യുവതികളെയും ചേച്ചി, ചേട്ടാ, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ പ്രായം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവും. ദിവിഷ്, അവർ തന്നെയാണ് ഈ പറഞ്ഞ സീരിയലൊക്കെ കാണുന്നത്. നമുക്ക് കാണുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. 13 വയസ്സുകാരൻ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ടാവും ദിവിഷ്. നമുക്ക് ഫോണിൽ ഗെയിമുകളും ഒക്കെ കളിക്കുന്ന സമയത്ത് കേരളത്തിലെ കുടുംബകഥകൾ പറയുന്ന, അല്ലെ, കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ കഥ പറയുന്ന രീതി മാറിയിട്ടുണ്ട് ദിവിഷ്. പഴയ കാലം പോലെ അല്ല. സീരിയലുകളിലും ഈ പറഞ്ഞ പോലെ അതിലെ റൊമാൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ കുട്ടികൾ അതിൽ ആകൃഷ്ടരാവുന്നുണ്ട്. വേറെ തലത്തിലായിട്ടുണ്ട് ഇപ്പോൾ. പഴയ സീരിയലുകൾ പോലെ അല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ശരി, എന്തായാലും സെൻസറിങ് അത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രേംകുമാർ, അദ്ദേഹം എൻഡോസൾഫാൻ എന്ന് പറയുമ്പോഴും അദ്ദേഹവും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സാധ്യമാണോ എന്നറിയില്ല.